എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ പ്രധാനമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വിവാഹിതരായ സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന പല അപകട മരണങ്ങൾക്കും കാരണം അമിതമായ ഫോൺ ഉപയോഗമാണ്. പ്രധാനമായും ജോലിയില്ലാത്ത വീട്ടമ്മമാർ ഭർത്താവും ജോലിക്കും കുട്ടികൾ സ്കൂളിലും പോയി കഴിഞ്ഞാൽ ഇവർ ഫ്രീ ആകുകയാണ്. ഈ ഫ്രീ ആയി കിട്ടുന്ന സമയം അത് പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പല അപകടങ്ങളിലേക്കും എത്തപ്പെടാം. അതിൻ്റെ പ്രധാന കാരണക്കാർ നിങ്ങൾ തന്നെയായിരിക്കും. അപകട മരണങ്ങൾ പലതാണ്. നിങ്ങൾക്ക് പത്രങ്ങളിൽ കൂടി അറിയുന്ന വാർത്തകളാണ്, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. പലരും ഈ ഫോണിൽ കൂടി ഉള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളുടെ പേരിൽ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു അജ്ഞാതനോടൊപ്പം എവിടേക്കെങ്കിലും പോവുക. അവസാനം ഇവർ ചെന്നെത്തപ്പെടുന്നത് ഏതെങ്കിലും ലാഴ്ചമുറിയിൽ ഒരു മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയിലാണ്. ഐദർ അജ്ഞാതനിലൂടെ മരിക്കുന്നു, അല്ലെങ്കിൽ അവർ സ്വയമേ ആത്മഹത്യ ചെയ്യുന്നു. ഇത് ഈശ്വരൻ കൊടുക്കുന്നൊരു വിധിയാണ്. ഇതിൽ ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, നാം വിളിച്ചു വരുന്ന ഓരോ അനർത്ഥങ്ങളാണ്. സോ ഇതിൽ ഇനിയെങ്കിലും ആരെങ്കിലും പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത്. ആദ്യമായി, ഈ കുട്ടികൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ സമയം ശരിക്കും ഒരു വീട്ടമ്മയ്ക്ക് യഥാർത്ഥത്തിൽ അവരെപ്പോഴും ബിസിയായിരിക്കും, തിരക്കുള്ളവരായിരിക്കും. അവർ പുറത്ത് ജോലിക്ക് പോയില്ലെങ്കിലും അവരുടെ വീട്ടിനുള്ളിൽ തന്നെ കാര്യമായ ജോലികളുണ്ടാകും. ഒരു ചെറിയ കുഞ്ഞു വീട് വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ വീട് സ്വർഗമായിരിക്കും. അവിടെ എത്ര ദരിദ്രമുണ്ടെങ്കിൽ വന്നു കയറുന്നവർക്ക് ദരിദ്രം പിടിച്ചൊരു വീടാണെന്നുള്ളൊരു ധാരണ ആർക്കും ഉണ്ടാവില്ല, സന്ദർശകർക്കുണ്ടാകില്ല. അത് ഉണ്ടാക്കണമെങ്കിൽ അവിടെ വളരെ ശുദ്ധിയായിരിക്കണം. ശുദ്ധീകരിക്കുക എന്നത് ഒരു ചെറിയ സംഭവമല്ല. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈ പുറം രാജ്യങ്ങളിൽ അവരുടെ വരുമാനത്തിൻ്റെ ഏതാണ്ട് 60% അവർ സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഹൗസ് കീപ്പിങ്ങിനുണ്ട്, അവരുടെ വീട് ശുദ്ധീകരിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ അതിൽ പലരും ആ ജോലികൾ അവർ സ്വയമേ ഏറ്റെടുത്ത് ചെയ്യുന്നു. അതവരുടെ ജോലിയുടെ ഭാഗമായി, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി അവരത് കാണുന്നു. ഇവിടെ നമുക്ക് ചെയ്യാമെന്നുള്ളത് ഏറ്റവും പ്രധാനം, ഇവർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യണം, ടോയ്ലറ്റും കിച്ചണും നല്ല വെടിപ്പായി സൂക്ഷിക്കണം, പാത്രങ്ങൾ ക്ലീനാക്കി വയ്ക്കണം. ദെൻ നമ്മുടെ ഡൈനിങ് ടേബിളുകൾ എപ്പോഴും ക്ലീനായിരിക്കണം. അവിടെ ഇരിക്കുന്ന ഓരോ ഭാഗങ്ങളിലും ഓരോ ഫ്ലവർ ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാറിൻ്റെ ബോക്സുകൾ എന്തെങ്കിലും കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അത് വളരെ ക്ലീനായിരിക്കണം. കാരണം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഒപ്പം നമ്മുടെ ഹാളിൽ കിടക്കുന്ന ഫർണിച്ചറൊക്കെ മിക്കവാറും നമ്മളതിലൊരു ഫർണിച്ചറിനൊരു കവറൊക്കെ ഇടും, ഈ ഓയിലൊക്കെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അതൊരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനൊന്ന് വെടിപ്പായിട്ട് അങ്ങോട്ട് എടുത്തേണ്ടി വരണം. നമ്മുടെ ലൈറ്റ് ഷെയ്ഡുകൾ ക്ലീൻ ചെയ്യണം, ഫാൻ ക്ലീൻ ചെയ്യണം, ജനൽ, വാതിൽ, എൻ്റെ ഗ്ലാസ്സുകൾ, എൻ്റെ ഗ്രില്ലുകളെല്ലാം ക്ലീൻ ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് ഈസി, നല്ലൊരു പണിയുള്ളതാണ്. അപ്പോൾ ചെയ്യാമെന്നുള്ളത് ഒരു ദിവസം ഒരു 2 hours അതിന് സ്പെൻഡ് ചെയ്യുക.
അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഏതാണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളുടെ വീട് ഇൻടാക്റ്റ് ആകും. ഇനി അത് കഴിഞ്ഞാൽ ശേഷിക്കുന്ന ചില സമയമുണ്ട്. അതിന് നിങ്ങൾ ചെയ്യാമെന്നുള്ളതൊരു പ്രധാന കാരണം, നിങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞു സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ചെറിയ പച്ചക്കറി തോട്ടങ്ങൾ പിടിപ്പിക്കാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഒടികൾ, പച്ചക്കറികൾ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. വിഷം ഉള്ള പച്ചക്കറികൾ നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങി വരേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം. അതിലും പോകും കുറച്ച് ഒരു മണിക്കൂർ 2 മണിക്കൂർ അതിനെ പരിപാലിക്കാനും അതിന് വെള്ളം ഒഴിക്കാനും അതിനെന്തെങ്കിലും ചില കെമിക്കലൊന്ന് സ്പ്രേ ചെയ്യാൻ. ഈ കെമിക്കലൊക്കെ സ്പ്രേ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾ വാങ്ങണ്ട, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ള കാര്യം. ഇപ്പോൾ നിങ്ങളുടെ തന്നെ വിനീഗർ കാണുമല്ലോ, ആ വിനീഗർ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങളതിൽ ഒരു സ്പ്രേ ബോട്ടിൽ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്താൽ ഈ പ്രാണികളൊന്നും ഈ ഇങ്ങനെയുള്ള ചെടികൾ ഉണ്ടാവില്ല, പെട്ടെന്ന് കൂടെ പോകും. അത് കഴിഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾ 2 മണിക്കൂർ, അപ്പോൾ ഷേബൌട്ട് 4 hours ഓൾറെഡി നിങ്ങൾക്ക് പോയി കഴിയും. ഇനിയും ശേഷിക്കാൻ സമയമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായി ഒരു വരുമാനത്തിനുള്ളൊരു മാർഗം കണ്ടെത്താം. അതിന് എളുപ്പമാർഗം, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉണ്ടെന്ന് കരുതിക്കോളൂ. പക്ഷെ നിങ്ങൾക്ക് തയ്യൽ അറിയില്ല, അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ചെയ്യാമെന്നുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു തയ്യൽക്കടയിൽ പോയി അതിനെക്കുറിച്ച് ഒന്നൊരു പ്രാക്ടീസ് എടുക്കുക. ഒരു കഷ്ടിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് 1 മാസം കൊണ്ട് നിങ്ങൾക്കൊരു തയ്യൽ പണികൾ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ഓടികൾ ഈ ടോപ്പോ ഒരു ബ്ലൗസ് പീസൊക്കെ തുന്നാൻ സാധിക്കും. പതുക്കെ ആദ്യം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തുന്നി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഉള്ള വർക്കും നിങ്ങളുടെ കൂട്ടുകാരൊന്ന് വർക്കും എടുത്ത് ആ പണി തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു 100 rupees ഉണ്ടാകുമ്പോൾ യു വിൽ ബി മോർ ഹാപ്പി. സ്വന്തം അധ്വാനിച്ച് കിട്ടിയ പൈസയാണ്. അത് നിങ്ങൾക്ക് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു തൊഴിലായിരിക്കും. അങ്ങനെ പല തൊഴിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് വല്ല അച്ചാർ എന്തൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാർക്കറ്റ് ചെയ്യാം. എപ്പോഴും നിങ്ങളുടെ ബ്രെയിൻ ബിസി ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ഒന്നിലും ഇടപെടാനുള്ള സമയം കിട്ടില്ല. നിങ്ങൾ എപ്പോഴും തിരക്കാണ്. അങ്ങനെ തിരക്കുള്ളൊരു സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവതികൾ. അവർക്കൊന്നും കാണുന്നില്ല, കിട്ടുന്നതുകൊണ്ട് അവർ തൃപ്തിപ്പെടുന്നു, തൃപ്തരാണ്. ഭർത്താവ് കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിൽ നിന്ന് കുടുംബത്തെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ഇവർക്കൊക്കെ സാധിക്കും. അതിനെപ്പോഴും വേണ്ടത് ഒരു പ്രയത്നിക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യമായിരിക്കണം. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ വളർച്ച എങ്ങനെയായിപ്പോൾ ആ മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ സന്തോഷിക്കണം. ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിനും സന്തോഷം ഉണ്ടാക്കുകയുള്ളൂ. ഇനി ഇത് ഇങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന ഒരു കുടുംബങ്ങൾ ഒരിക്കലും നാശത്തിലേക്ക് പോകില്ല. അവരെപ്പോഴും ഉള്ളവരായി തന്നെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിലപ്പോൾ ചെറിയ സാമ്പത്തിക, അത് ഇറ്റ് ഈസ് എ കോമൺ തിങ്. ഇനി മറ്റൊരു ഭാഗം ശേഷിക്കാം, നമുക്ക് നോക്കാം. ഇതൊന്നുമില്ല, ജസ്റ്റ് ആപ്പോസിറ്റ് ആണ് ചില സ്ത്രീകൾ ഉള്ളതെങ്കിൽ അവർക്ക് ഈ കുട്ടികൾ അവരുടെ വീട്ടിൽ ആരുമില്ലെങ്കിൽ ഇവർ നേരെ ആശ്രയിക്കുന്നത് ടെലഫോണിനായിരിക്കും. ഇവർ വാളണ്ടിയറിനെ സെർച്ച് ചെയ്ത് ഏതെങ്കിലും അവനിൽ പോയി ഇവർ പെടും. പിന്നെ അവരുമായിട്ടായിരിക്കും ഇവരുടെ ചാറ്റിങ്. ഇവർക്ക് വീടുകളുമായിട്ടോ ഭർത്താവുമായിട്ടോ കുട്ടികളുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് മൊത്തം പോവും. അവർക്കെല്ലാത്തിനും വെറുപ്പ് തോന്നപ്പെടും. കാരണം ഇവരുടെ മൈൻഡ് അങ്ങ് ആവപ്പടി ചേഞ്ച് ആവും. സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്ന ഒന്നാണ്. നമ്മളാ ഫോണ് തൊടാതിരുന്നത് നമുക്കൊരു ശല്യമില്ല. നമുക്ക് നമ്മുടെ ഭർത്താവിനെ വിളിക്കും, വീട്ടിലെ ബന്ധുക്കളെ അവരെയൊക്കെ വിളിക്കാം, നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ അല്ലാതെ വരുന്ന ഒരു അൺനോൺ കോൾ നമ്മൾ എന്തിനെടുക്കണം? എടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ പാര പണിയാൻ സാഹചര്യം ഉണ്ടാകുന്നത്. സോ അതിലൊന്നും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കൂട്ടർ വളരെ വൈകാതെ തന്നെ
കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ആരെങ്കിലും ഒരു അറിയാത്തവനോടൊപ്പം എവിടെയെങ്കിലും പോയി ഒരു 4-5 ദിവസമുള്ള അവരുടെ ആ സുഖം ഒരു മാസം കഴിഞ്ഞ് പിടിച്ച് നിന്ന് അവസാനം അതിൻ്റെ സുഖമെല്ലാം അനുഭവിച്ചതിന് ശേഷം ഈ കൂടെ പോയവൻ ഈ സ്ത്രീയെ നല്ല രീതി നോക്കിയില്ല, ആ സ്ത്രീയെ നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി അവരുടെ നഗ്ന ഫോട്ടോകൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ഇവരെ ഉപദ്രവിക്കും മൊത്തത്തിന്. അവസാനം ഒന്നുകിൽ അവൻ അവളെ കൊല്ലും, അല്ലെങ്കിൽ അവൾ അവനെ കൊല്ലും. ഇതൊന്നുമില്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് ഇവർ നേരെ പോണത് വേശ്യാവൃത്തിയിലോട്ടായിരിക്കും. ഇത് നാം തന്നെ വരുത്തി വയ്ക്കുന്ന വിനകളാണ്. സോ ദയവേത് സ്ത്രീകളോട് പറയാനുള്ളത്, അനാവശ്യമായി ഒരു സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക. അനാവശ്യമായി നിങ്ങൾ ഫോണിൽ പെടാതിരിക്കുക. ഈ ഫോണിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഈ കമ്പിക്കഥകളും വൃത്തികെട്ട ആഭാസത്തരങ്ങളും കാണാൻ ആര് ശ്രമിക്കുന്നു, അവർ ഒരിക്കലും നേരായ ഒരു കുടുംബജീവിതം നയിക്കാൻ അവർ അർഹരല്ല. ഒരിക്കലും അവരെ കൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും എല്ലാത്തിനും രാജ്യത്തിനും എല്ലാത്തിൻ്റെ ഒരു ശാപങ്ങളായിട്ട് മാറും. അത് ശാപമായിരിക്കും അവർ. അങ്ങനെ ആകരുത്. നിങ്ങൾ നോക്കുക, ഏത് പേപ്പറിലെടുത്താലും നമുക്ക് ഒരു വീക്കിൽ എത്ര പേരാണ് ഇങ്ങനെ മരണമടയുന്നത്. ഇതെല്ലാം കൂടുതലും വിവാഹിതരാണ് ഏറ്റവും കൂടുതൽ അബദ്ധത്തിൽ പോയി പെടുന്നത്. വിവാഹം കഴിക്കാത്ത കുട്ടികളുണ്ട്, അതൊരു വേറെ ലെവലാണ്. അത് നമുക്കിപ്പോൾ ഞാൻ ഇതിനോട് ക്ലബ് ചെയ്യുന്നില്ല. പക്ഷേ വിവാഹം കഴിച്ച സ്ത്രീകളോട് പറയാനുള്ളത് ഒന്ന് മാത്രം, നിങ്ങളുടെ സമയം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. നല്ല കാര്യം എങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കുക. നല്ല അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുക. എപ്പോഴും ഒരു നിമിഷം പോലും ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. നമുക്ക് വീണ്ടും ഒരു ജീവിതം ഇനി മറ്റൊരു ലോകത്ത് ഉണ്ടാകുന്ന ആൾക്കാർ പറയുമെങ്കിലും വീടുണ്ടോ. സോ ഈ വീഡിയോ കാണുക. നമ്മുടെ ഈ ഡിസ്കഷൻ നിങ്ങളുടെ ലൈഫിലും ഒരിക്കൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷവതികളാവും. താങ്ക് യു. കാണാം ഇനിയും മറ്റൊരു വീഡിയോയിൽ കൂടെ. ഹാവ് എ നൈസ് ഡേ.